നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനൂർ ഫിഷിംഗ് ഹാർബറിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കാതെയും ബാത്റൂം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയും ഹാർബറിലേക്ക് പ്രവേശിക്കാൻ പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയ പ്രവേശന ഫീസ് പിരിച്ചെടുക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ SDTU താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാർബറിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് പ്രതിഷേധ സംഗമവും നടത്തി. SDTU ജിന്ദാബാദ്, പ്രതിഷേധ സമരം ജിന്ദാബാദ്, പ്രതിഷേധ സമരം ജിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. നമ്മുടെ നാട്ടിലെ ഫിഷിംഗ് ഹാർബറിൽ, നമ്മുടെ നാട്ടിലെ ഫിഷിംഗ് ഹാർബറിൽ നിരവധി പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധം നാട്ടുകാരുടെ കൂടെ പ്രതിഷേധ ശബ്ദമായി മാറി. പണി പൂർത്തീകരിക്കാത്ത ഹാർബറിലെ ടോൾ അംഗീകരിക്കാനാവില്ല. ടോയ്ലറ്റ്, വെള്ളം, വെളിച്ചം, വിശ്രമ കേന്ദ്രം, ഇന്ധന സൗകര്യം, റിപ്പയർ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിലവിൽ ഹാർബറിലില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു സൗകര്യവുമില്ല. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ് നടന്നിട്ടുള്ളത്. ഹാർബറിൽ മാലിന്യം നിറഞ്ഞ് ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ്. ഹാർബറിന്റെ പ്രവൃത്തി തന്നെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ തൊഴിലാളികളെയും മറ്റും വെല്ലുവിളിക്കുന്ന രീതിയിൽ സർക്കാർ ടോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SDTU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും വളരെ കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ്. വളരെ അന്യായമായിക്കൊണ്ട് തന്നെയാണ് ഈ ടോൾ പിരിവിന് ഇന്നലെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ളവരാണ് എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ നാട്ടുകാരും സഹപ്രവർത്തകരുമെന്ന് ആദ്യമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്യായമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയില് ടോൾ പിരിവ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളില് നമ്മുടെ കേരള സംസ്ഥാനത്ത് അതല്ല എങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ടോൾ പിരിവുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 40% വർക്കുകൾ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളുമായി നമ്മൾ സമീപിച്ചപ്പോ ഇവിടെയുള്ള ചില പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ പറയുന്നു, ഇതിന് ഓർഡർ ഉണ്ടത്രേ, ഹൈക്കോടതിയുടെ കടലാസ് ഉണ്ടത്രേ. അത്തരം ആളുകളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ടോൾ പിരിക്കുന്നതിന് മുമ്പിലുള്ള ഈ കെട്ടിടമുണ്ടല്ലോ, ഇത് വളരെ ഭംഗിയായി നിർവഹിച്ച് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഈ പണി മുഴുവൻ കഴിഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ ഓർഡർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ഒരാൾ ഹാർബറിലേക്ക് പ്രവേശിക്കുമ്പോൾ 10 രൂപയും സൈക്കിളിന് 15 രൂപയും മോട്ടോർ സൈക്കിളിനും സ്കൂട്ടറിനും 20 രൂപയും ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപയുമാണ് നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഹാർബർ സന്ദർശിക്കുവാൻ വരുന്നവർക്കും കാർ, ഓട്ടോറിക്ഷ, ടെമ്പോ, ലോറി തുടങ്ങിയവയ്ക്കും ഭീമമായ നിരക്കാണ് ചുമത്തിയിട്ടുള്ളതെന്നും ഈ അന്യായമായ ഉത്തരവ് ബന്ധപ്പെട്ടവർ പിൻവലിക്കണമെന്നും പ്രവേശന ഫീസ് നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താനൂർ ഏരിയ പ്രസിഡന്റ് EP അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞുമോൻ, AK അഷ്കർ, മുബാറക്ക് ചീരാൻകടപ്പുറം എന്നിവർ സംസാരിച്ചു. ചെറിയ ബാവ, അലി അക്ബർ, T ഫഹദ്, N അഷറഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.